പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇലക്ഷന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നു. അത് സജീവ ചർച്ചയാകുന്നു. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പ് വരെ വികസനത്തിൽ ഊന്നിയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പതിവ് രാഷ്ട്രീയങ്ങൾ തന്നെ വരുന്നുണ്ട്. ഇലക്ഷൻ ഡീൽ BJP ആർക്ക് ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ പാലക്കാട് അടക്കം തൃക്കാക്കര അടക്കം ബാക്കി അതിന് മുന്നോട്ടേക്കുള്ള പല ഇലക്ഷൻ നോക്കിയാലും അടുത്ത ഘട്ടത്തിൽ വരാനുള്ളത് തെരഞ്ഞെടുപ്പ് ഇപ്പം കമ്മ്യൂണൽ പ്രയോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. വർഗീയ ധ്രുവീകരണത്തിന് കാരണമായേക്കാവുന്ന നറേറ്റീവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതുക സാധ്യമല്ല. ഷിജോ കുര്യൻ കൂടി ചേരുന്നു. ഷിജോ, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സർക്കാരിന്റെ വികസനം പറഞ്ഞതിന് ശേഷം എടുത്ത ഒറ്റ ചോദ്യമാണ്. ആ ഒറ്റ ചോദ്യം മറുപടി പറയാൻ വെച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഡീൽ ആരോപണത്തിന് തന്നെയാണ്, അല്ലേ? ഹാഷ്മി, കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത്. അതിനകത്ത് ഏറ്റവും എടുത്തു പറഞ്ഞത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പൊതുജനാരോഗ്യ സംവിധാനത്തെ മൊത്തത്തിൽ ഉടച്ചു വാർക്കാനായിട്ട് LDF സർക്കാരിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പല കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി അതിനെയെല്ലാം എതിർത്തുകൊണ്ട് ആരോഗ്യരംഗം വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. 10 വർഷം മുമ്പ് UDF കേരളം ഭരിച്ചിരുന്നപ്പോൾ ആരോഗ്യരംഗത്ത് എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിനാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളായാലും ജനറൽ ആശുപത്രി ആയാലും മറ്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായാലും വലിയ തരത്തിൽ മാറ്റത്തിന്റെ ഒരു വഴിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും BJPയെയും വലിയ തരത്തിലുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. CPM BJP ഡീൽ എന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തിന് ആരാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് സഖ്യമുണ്ടാക്കി പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും എല്ലാവർക്കും ഓർമ്മയില്ലേ? കോലിബി സഖ്യം ഓർമ്മയില്ലേ? വടകരയിലെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ? അത്തരം കാര്യങ്ങൾ കൂടി പ്രതിപക്ഷത്തിന് മുമ്പാകെ ചോദ്യമായിട്ട് മുഖ്യമന്ത്രി വെക്കുന്നുണ്ട്. എന്തായാലും LDFന്റെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന തുടർച്ച വേണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ LDF മൂന്നാം ഭരണത്തിലേക്ക് പോകുമെന്നുള്ളതിന്റെ സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനകത്ത് എടുത്തു പറയുന്ന കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ്. അതായത് ആരോഗ്യരംഗത്തിൽ തുടങ്ങി വിദ്യാഭ്യാസം, അങ്ങനെ തുടങ്ങി പൊതുഗതാഗതം, റോഡ്, പാലങ്ങൾ, എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വലിയ തരത്തിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആ വികസന തുടർച്ചയുണ്ടാകണം. ആ തുടർച്ചയ്ക്ക് LDF അധികാരത്തിൽ തുടരേണ്ടതായിട്ടുണ്ട്. മൂന്നാം ഭരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിന് ജനങ്ങൾ കൂടെ നിൽക്കും. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അസത്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും പടച്ചുവിട്ടാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി. എന്തായാലും ഈ ആരോഗ്യ മേഖലയെ കുറിച്ചായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട കൂടുതൽ ആരോപണങ്ങൾ. അതിൽ ഈ പറയുന്ന ചികിത്സ കിട്ടാതെ മരിച്ചതടക്കം, പാലക്കാട്ടെ കുഞ്ഞിനെ കൈമുറിച്ചടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മുഖ്യമന്ത്രി ആരോഗ്യ മേഖലയെ കുറച്ചുകൂടി ഊന്നി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.